ഞാൻ സജേഷ് ചാക്കൂറമ്പ്, ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിലറാണ്, കൈതവന വാർഡ്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ താങ്കളോട്. കേവലം 10 വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയാണോ ഈ നാട്ടിൽ കാണുന്ന ഈ അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും കൊണ്ടുവന്നത്? അതിന് താങ്കളുടെ മറുപടി എന്താണ്? ശ്രീ സജീഷ് എന്നെ കുഴപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. സജീഷ് ചോദിച്ചൊരു പൊളിറ്റിക്കലായ ഒരു ചോദ്യമാണ്. അതിന് ഞാൻ എങ്ങനെ മറുപടി നൽകിയാലും ഞാൻ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ ട്രോളുകളുടെ മുന്നിൽ ചങ്കു വിരിച്ചു നിന്ന ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ധൈര്യമായി പറയുന്നു, കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് നരേന്ദ്രമോദി മാത്രമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഒക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നയം കൂടി തുടർന്നിരുന്നു. അത് പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ്. സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണ്ടത്ര സാമ്പത്തികമായ സഹകരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇത് വസ്തുതാപരമാണ്. എന്നാൽ അതേസമയം അടിസ്ഥാന സൗകര്യ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ NHAയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആനുകൂല്യം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറയുകയും സാധ്യമല്ല. കേരളത്തിൽ ചില പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റുകളും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. പക്ഷേ അപ്പോഴും കേരള സർക്കാരിനെ അതിൻ്റെ ചില സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കേരള സംസ്ഥാന സർക്കാരിന് ചില കടമെടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരള താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നൊരു ആരോപണം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാസ്തവം. അങ്ങനെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിന് മാത്രമായിട്ട് വികസനം കൊണ്ടുവരാൻ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കഴിയില്ല. സംസ്ഥാന സർക്കാർ കൂടി ആ രീതിയിൽ സംഭാവന നൽകിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.